കാനനവാസൻ എന്ന് ശബരീഷിനെ വിളിക്കുന്ന കാലത്ത് ശബരിമല പൊന്നമ്പലമായിരുന്നില്ല. ശബരീശൻ പൊന്നമ്പലവാസനുമായിരുന്നില്ല. കാനനവാസൻ മാത്രമായിരുന്നു. അത് കരിങ്കൽ പാളികളിൽ പണിത ക്ഷേത്രമായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബം 1951 സ്വർണത്തിൽ പണിത തിരുവാഭരണങ്ങൾ നൽകുന്നത്. അതുപോലും ശബരിമലയിൽ സൂക്ഷിക്കേണ്ട എന്നായിരുന്നു തീരുമാനം. കാനനക്ഷേത്രമായതിനാൽ വർഷത്തിലൊരിക്കൽ മകരവിളക്കിന് മാത്രം അവ എത്തിക്കാൻ അന്ന് തീരുമാനമായി. വനത്തിന് നടുവിൽ ഉള്ള ക്ഷേത്രം എന്ന നിലയിലാണ് ശബരിമലയുടെ നിർമ്മാണം മുഴുവൻ. സീസണിൽ മാത്രം തുറക്കുന്നതിനാൽ വിലപിടിപ്പുള്ളതൊന്നും ശബരിമലയിൽ സൂക്ഷിക്കാറുമില്ല. 18ാം പടിയുടെ നിർമ്മാണം പോലും അങ്ങനെയാണ്. ക്ഷേത്രം അടഞ്ഞു കിടക്കുന്ന സമയത്ത് ആന കയറാതിരിക്കാനാണ് കുത്തനെയുള്ള 18 പടികൾക്ക് മുകളിൽ ക്ഷേത്രം നിർമ്മിച്ചത്. ആന കയറുന്ന മലയാണെങ്കിലും ആന കയറാത്ത ക്ഷേത്രമായിരുന്നു ശബരിമല. കരിങ്കല്ലുകൊണ്ടുള്ള നിർമ്മാണമാണ് ക്ഷേത്രം മുഴുവൻ. ശ്രീധർമ്മശാസ്താവ് പോലും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത വിഗ്രഹമാണ്. അതിൽ പിന്നീടാണ് പഞ്ചലോഹത്തിന്റെയും തങ്കത്തിന്റെയും ഒക്കെ അങ്കികൾ വരുന്നത്. 1998 ശ്രീകോവിലും വാതിലും ദ്വാരപാലകരും ഒക്കെ സ്വർണം പൊതിയാൻ തീരുമാനിച്ചപ്പോൾ വലിയൊരു വിഭാഗം എതിർത്തിരുന്നു. കാനനവാസൻ പൊന്നിൽ കുളിച്ചു വേണ്ട എന്നായിരുന്നു അന്നുയർന്ന എതിർപ്പ്. ആ എതിർപ്പ് വിജയ് മല്യയുടെ പൊന്നിൽ ലയിച്ചുപോയി. അങ്ങനെ അനുമതി നൽകുമ്പോൾ വലിയ തന്ത്രി പോലും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഭൂരിപക്ഷ തീരുമാനത്തോടൊപ്പം എല്ലാവരും നിലയുറപ്പിച്ചതോടെയാണ് പൊന്നണിഞ്ഞ ശ്രീകോവിലും ദ്വാരപാലകരുമൊക്കെ വരുന്നത്.